കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയും ലത്തീൻ കത്തോലിക്ക സഭയുടെ റോമ രൂപത മെത്രോപോലിത്തയായി ലിയോ 14 അല്പസമയത്തിനകം ചുമതല ഏറ്റെടുക്കും. ആ ദിവസമാണ് ഇന്ന്. കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാസ്റ്റിസ്റ്ററെ, വൈസ് ഡീൻ കർദിനാൾ ലെയ നാദ്രോ സാൻഡ്രി, വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയാത്രോ പെരോളിൻ എന്നിവർ ലിയോ 14 മാർപ്പാപ്പയെ പാലിയവും വലിയ മുക്കുവന്റെ മുദ്രമോതിരവും അണിയിക്കും. ലിയോ 14 ആസ്ഥാന ദേവാലയമായ സെന്റ് ജോൺസ് ലാറ്ററൻ കത്തീഡ്രൽ ഏറ്റെടുക്കുന്നതോടെയാണ് പാപ്പ തിരഞ്ഞെടുപ്പിന്റെയും സ്ഥാനാരോഹണത്തിന്റെയും ചടങ്ങുകൾ പൂർത്തിയാവുക. ഈ മാസം 25-നാണ് ഈ ചടങ്ങ്. തുടർന്ന് മറ്റ് ബസലിക്കകളും മാർപ്പാപ്പ ഏറ്റെടുക്കും. രാഷ്ട്രത്തലവന്മാരടക്കം ജനലക്ഷങ്ങളാണ് വത്തിക്കാൻ ചത്വരത്തിൽ അണിനിരക്കുന്നത്. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നുണ്ട്. അനിൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. ഇനി ആ കാഴ്ചകൾ കാണാനുള്ള കാത്തിരിപ്പിലാണ്. എപ്പോഴാകും ചടങ്ങുകൾക്ക് തുടക്കമാവുക? വിവരങ്ങൾ പറയാം അനിൽ. ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനങ്ങൾ, വിശ്വാസികൾ എല്ലാവരും അവരുടെ തലവൻ്റെ സ്ഥാനാരോഹണം സംബന്ധിച്ചുള്ള ചടങ്ങുകൾ വീക്ഷിക്കാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. ഇന്ത്യൻ സമയം 1:30-ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പക്ഷേ അതിനു മുമ്പ് തന്നെ 12:50 തന്നെ പുതിയ മാർപ്പാപ്പ ജനക്കൂട്ടത്തിനിടയിലേക്ക്, വത്തിക്കാൻ ചത്വരത്തിലേക്ക് എത്തും. ലക്ഷക്കണക്കിന് ആളുകൾ, വിശ്വാസികൾ അവിടെ തിങ്ങി നിറഞ്ഞ് ഉണ്ടാകും എന്നാണ് വത്തിക്കാൻ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. ഇപ്പോൾ വത്തിക്കാനിൽ നേരം പുലരുന്നതേയുള്ളൂ. ഇപ്പോൾ തന്നെ മറ്റ് തയ്യാറെടുപ്പുകൾ, ക്രമീകരണങ്ങൾ, അവസാനവട്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ വത്തിക്കാനിൽ നടക്കുകയുമാണ്. സാന്താ മാർത്തയിൽ നിന്നാണ് മാർപ്പാപ്പ രാവിലെ എത്തുക. തുടർന്ന് പ്രത്യേക വാഹനത്തിൽ കയറി എല്ലാ ഭാഗത്തേക്കും, വിശ്വാസികൾ നിൽക്കുന്ന എല്ലാ ഭാഗത്തേക്കും മാർപ്പാപ്പ എത്തും. എല്ലാവരെയും അഭിസംബോധന ചെയ്തതിന് ശേഷം അദ്ദേഹം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് കടക്കും. ബസിലിക്കയ്ക്കുള്ളിലാണ് ആദ്യ ക്രമീകരണങ്ങൾ നടക്കുക. അവിടെ കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൻ്റെ ശവകുടീരമാണുള്ളത്. അവിടെ എത്തി അദ്ദേഹം ആ കല്ലറയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കും. അപ്പോൾ കത്തോലിക്ക സഭ എന്നത് 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ്. ഇതിൽ 23 പൗരസ്ത്യ സഭകളാണ്. ഈ പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള സഭാ തലവന്മാർ മാർപ്പാപ്പയ്ക്കൊപ്പം പത്രോസിൻ്റെ കല്ലറയ്ക്ക് അരികിലുണ്ടാകും. അവിടെ നിന്ന് പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം മാർപ്പാപ്പ എന്ന നിലയിൽ ധരിക്കാനുള്ള പാലിയവും അദ്ദേഹത്തിൻ്റെ മുദ്രാമോതിരവും അടക്കമുള്ള കാര്യങ്ങളുമായി മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആളുകൾ പ്രദക്ഷിണമായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് വരും. അവിടെ നിന്നാണ് മറ്റ് മെത്രാന്മാരും കർദിനാൾമാരും അടങ്ങുന്ന സംഘം ഈ പ്രത്യേകമായ കർമ്മങ്ങൾക്ക് വേണ്ടി വത്തിക്കാൻ ചത്വരത്തിലേക്ക് എത്തുക. ഏറ്റവും അവസാനമായി മാർപ്പാപ്പയും എത്തും. മാർപ്പാപ്പയായി ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് അദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി അദ്ദേഹം മാറുന്നു എന്നതിനാൽ ആ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന മാർപ്പാപ്പമാരുടെ പ്രത്യേക സിംഹാസനത്തിൽ ലിയോ 14 കുർബാനയുടെ തുടക്കത്തിൽ തന്നെ ഇരിക്കും. തുടർന്ന് അവിടെ നടക്കുന്ന കുർബാനയുടെ മുഖ്യ കാർമ്മികനും മാർപ്പാപ്പ തന്നെയാണ്. എന്നാൽ വത്തിക്കാൻ രാഷ്ട്രത്തിൻ്റെ തലവൻ, ഒപ്പം തന്നെ റോമ നഗരത്തിൻ്റെ മെത്രാപ്പൊലീത്ത, ഒപ്പം ആഗോള കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ എന്നീ 3 തലങ്ങൾ കൂടി അദ്ദേഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മാർപ്പാപ്പയായി. ആ മാർപ്പാപ്പ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. കാരണം ഏതൊരു ഉത്തരവാദിത്തത്തിലും മുദ്ര ചാർത്തേണ്ട പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ മുദ്രാമോതിരം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. അത് ഇന്നാണ് തയ്യാറാക്കിയത്. ആ മുദ്രാമോതിരം അദ്ദേഹത്തെ അണിയിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് പാപ്പ വാഴ്ചയുടെ തുടക്കം ആവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ചില പ്രത്യേകമായ ചടങ്ങുകൾ കൂടിയുണ്ട്. ഈ പാലിയം അദ്ദേഹത്തെ ധരിപ്പിക്കുന്നതിലൂടെയാണ് അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ മഹാപുരോഹിതനായി മാറുന്നത്. ആടുകളെ മേയിക്കുന്ന ഇടയൻ എന്ന അർത്ഥത്തിലാണ് ആ ചടങ്ങുകൾ നടക്കുക. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനിക രൂപത, ഓരോ ആളെയും കത്തോലിക്ക സഭയിൽ മെത്രാനായി വാഴിക്കുകയോ അല്ലെങ്കിൽ കർദിനാളാക്കുകയോ മാർപ്പാപ്പയാക്കുകയോ ചെയ്യുമ്പോൾ അവർക്കൊരു സ്ഥാനിക രൂപതയും ഒപ്പം തന്നെ ഒരു ദേവാലയവും നൽകുന്ന ചടങ്ങുണ്ട്. അത്തരത്തിൽ എല്ലാ മാർപ്പാപ്പമാരുടെയും സ്ഥാനിക ദേവാലയം ലാറ്ററൻ കത്തീഡ്രലാണ്. അത് സെൻറ്റ് ജോൺസിൻ്റെ പേരിലുള്ള ലാറ്ററൻ കത്തീഡ്രലാണ് കാലങ്ങളായി മാർപ്പാപ്പമാർ അവരുടെ പ്രത്യേക ദേവാലയമായി ഉപയോഗിക്കുന്നത്.
ഒപ്പം തന്നെ ഈ റോമ നഗരത്തോട് ചേർന്ന് നിരവധി ബസലിക്കകളുണ്ട്. ഈ ബസലിക്കകളെല്ലാം സ്ഥാനികമായി മാർപ്പാപ്പായുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ്. അതിനാൽ ആ ബസലിക്കകളും അദ്ദേഹം ഏറ്റെടുക്കണം. പക്ഷേ ഇത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മുദ്രാമോതിരം ഉണ്ടാവണം, അദ്ദേഹത്തിൻ്റെ പാലിയം ധരിപ്പിക്കണം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് കാലാകാലങ്ങളായി മാർപ്പാപ്പമാർ ഉപയോഗിച്ച് വന്നിരുന്ന അംശവഴി കൈമാറണം. ഇത്തരം ചടങ്ങുകളാണ് ഇന്ന് കുർബാന മധ്യേ നടക്കുക. തുടർന്ന് നടക്കുന്ന കുർബാനയിൽ മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യും. ജനലക്ഷങ്ങൾ ഈ കാഴ്ചകൾ കാണുന്നതിനായി സെൻറ്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഒന്നിച്ചു കൂടുകയും ചെയ്യും. ലോക നേതാക്കളുടെ വലിയൊരു സംഘവും ഈ ചടങ്ങുകൾക്കായി വത്തിക്കാൻ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. അതനുസരിച്ച് എത്തുകയും ചെയ്യും. ഇന്ത്യയും പ്രത്യേക സംഘത്തെ അയച്ചിട്ടുണ്ട്. ഒപ്പം മാർപ്പാപ്പയുടെ ജന്മദേശമായ അമേരിക്കയിൽ നിന്നും വലിയൊരു സംഘം ആളുകൾ എത്തുന്നുമുണ്ട്. ഒപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് ലത്തീൻ കത്തോലിക്ക സഭയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാർപ്പാപ്പ ഏത് പക്ഷത്ത്, ബെനഡിക്റ്റൻ പക്ഷത്തോ അതോ ഫ്രാൻസിക്കൻ പക്ഷത്തോ എന്ന കാര്യം കൂടി ഇന്നത്തെ കുർബാനയിൽ ആളുകൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം വത്തിക്കാനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലുള്ള പുരോഗതി അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ കുർബാനയിലും ഒപ്പം തന്നെ ഈ രാജ്യങ്ങൾ തമ്മിൽ പങ്കിടുന്ന ഊഷ്മളതയിലും അടിസ്ഥാനമാക്കിയായിരിക്കും മുമ്പോട്ട് പോകുക. ഇത്തരം കുറെ കൗതുകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തമാണ്. അപ്പോൾ ഇനി ആ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം.